ആൻ്റണി പറഞ്ഞു, എനിക്ക് ആൻ്റണി സാറെന്ന് വിളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞെപ്പോഴും ആൻ്റണിയാണെന്ന് ഞാൻ അങ്ങനെ പഠിച്ചുപോയി. എൻ്റെ കൂട്ടുകാരുടെ ഭർത്താവ് ആൻ്റണി സാറെന്ന് വിളിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ എനിക്ക് ആൻ്റണി സാറെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആൻ്റണി എന്ന് വിളിക്കുകയാണ്. ആൻ്റണി ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു 65 വർഷത്തെ സുഹൃത്ത് ബന്ധം കാണുമല്ലേ? 65 വർഷത്തെ 64 മുതലുള്ള ബന്ധമുണ്ട്. വ്യക്തിബന്ധത്തിൽ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇതിനേക്കാൾ ഏറെ വില കൊടുത്തിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ എൻ്റെ മനസ്സിൽ വരുന്ന പൊന്തി വരുന്ന ഒരു ഐഡിയകളെ ചെറിയ ചിന്തകളാണ് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും അടുത്ത വ്യക്തിബന്ധങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഒരാൾ ചോദിച്ചു, ഒരു പുരോഹിതനാണ് എന്നോട് ചോദിച്ചത്, എനിക്ക് വിഷമിക്കാൻ അന്തം വിട്ടുപോയി. സരിത കൂട്ടായ്മയ്ക്ക് വരുമായിരുന്നു, സരിത വരത്തില്ലായിരുന്നു. സരിത ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മക്കളും കണ്ടിട്ടില്ല. അവിടെ ക്ലിഫ് ഹൗസ് വന്നിട്ട് എനിക്ക് അറിയാനും വല്ല. അവിടെ ഞാൻ നിർത്തുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഒരു യുദ്ധം തന്നെയായിരുന്നു. ഒരു യുദ്ധം എന്ന് വെച്ചാൽ സ്വന്തം മറ്റുള്ളവരെ ആവശ്യക്കാരുടെ കണ്ണീരിനൊപ്പാനുള്ള ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ ഒരിക്കലും ഒരു മൃദുല വികാരങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കാണ്ട് എല്ലാവരും ഞങ്ങൾ സിനിമ കുറച്ച് 2000 വരെയൊക്കെ കണ്ടിരുന്നു. പിന്നെ സിനിമയ്ക്ക് പോയിട്ടില്ല, സമയമില്ലായിരുന്നു. എല്ലാവരും സിനിമയ്ക്ക് പോവും, പുസ്തകങ്ങൾ വായിക്കും, അതൊക്കെ ചെയ്യും. പിന്നെ സ്പോർട്സ് കാണും അവരൊക്കെ. അപ്പം ഞാൻ കുഞ്ഞു മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മരിച്ച ശേഷം ഇപ്പം പുറകോട്ടെല്ലാം നോക്കാനുള്ള സമയമുണ്ട്. എൻ്റെ കരുതി ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പിന്നെ വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ മണിക്കൂറായിട്ട് റിമോട്ട് കണ്ടുകൊണ്ട് വല്ല വിളിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു സെക്യൂരിറ്റി സ്റ്റാഫിനത്. ഇപ്പം അതില്ല. ഉമ്മൻചാണ്ടി ജീവിതത്തിൽ ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധം ഒറ്റയ്ക്ക് ചെയ്ത യുദ്ധം, ആവശ്യക്കാർക്ക് വേണ്ടി ചെയ്തൊരു യുദ്ധമായിരുന്നു. അവിടെ ഉമ്മൻചാണ്ടി ഒരു കാര്യം നിങ്ങൾ അറിയണം, കൂട്ടുകാരെല്ലാവരും അറിയണം, നിങ്ങളെക്കാൾ കുറച്ച് മാത്രമേ ഉമ്മൻചാണ്ടി ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൂ. ഭാര്യയും മക്കളെ ഏറ്റവും വിശ്വസ്തയാണ്. ഏറ്റവും സ്നേഹിച്ചത് ഉമ്മൻചാണ്ടി കൂട്ടുകാരെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ്. പക്ഷേ എത്രാമത്തെ ഭാര്യ എന്നുള്ള ചോദ്യം, ഒന്നാമത്തെ ഭാര്യ പുതുപ്പള്ളിക്കാരൻ മുൻഗണന, രണ്ടാമത്തെ മുൻഗണന മലയാളികൾ, മൂന്നാമത്തെ മുൻഗണന പാർട്ടിക്ക്, നാലാമത്തെ മുൻഗണന എനിക്കുള്ളൂ. പിന്നെ എൻ്റെ കൂടെ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്തിട്ട് വളരെ ചുരുക്കം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിനെക്കാട്ടി കുറച്ച് മാത്രമേ വിളി സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു ജീവിത യുദ്ധമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി ഫ്രോസൺ ഫീലിംഗാണ്. എൻ്റെ മനസ്സിൽ തിക്കിത്തിറക്കി വന്ന ഒന്നിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യുദ്ധസമാനമായിരുന്നു. അവിടെ മൃദുല വികാരമില്ല. അവിടെ സ്വന്തം ആരോഗ്യ യുദ്ധത്തിൽ പോകുന്ന പോരാളിക്കൊരു ഒരിക്കലും ആരോഗ്യം നോക്കാറില്ല, മൃദുല വികാരമില്ല, പ്രേമമില്ല, കലയില്ല, സ്പോർട്സ് ഇല്ല, ഒന്നുമില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതം. പക്ഷേ 2021 ശേഷം അദ്ദേഹം ഏറെ ഖിന്നനായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊന്നും എനിക്ക് അടുത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു ക്വാളിറ്റി മാത്രം ഞാൻ പറയാം. പുള്ളിയുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി. 90s തോന്നുന്നു, കുഞ്ഞ് ഫിനാൻസ് മിനിസ്റ്ററാണ് ഇരിക്കുമ്പോഴാണ് പത്തനംതിട്ട ഒരിക്കൽ പുള്ളിക്കൊരു സല്യൂട്ട് സ്വീകരിക്കണം. ഓഗസ്റ്റ് 15-നാണ്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ഒരു 4-5 സെറ്റ് മുണ്ടും ഷർട്ടും എല്ലാം എടുത്ത് വെച്ച് വിട്ടു. പക്ഷെ അന്ന് ഓഗസ്റ്റ് 15 രാവിലെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി ചെന്നിട്ട് കുളിച്ച് ഡ്രസ്സ് ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് ഷർട്ടില്ല. ഷർട്ടിന് വേറൊരു ബനിയനായിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പുള്ളി പെട്ടെന്ന് ഇവിടെ എല്ലാം തപ്പി അവിടെ ഷർട്ടൊന്നുമില്ല. നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ലാസ്റ്റ് ഷർട്ടായിരുന്നു തോന്നിയത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടുന്ന ഒരു അലമാരയ്ക്കകത്തിരുന്ന് കരിപ്പിലടിച്ചൊരു ഷർട്ട് അതിട്ടുണ്ട്. ഒരിക്കലും ഒരു പരേഡ് സ്വീകരിക്കാൻ പോകാനൊക്കത്തില്ല. കുഞ്ഞത് ഇട്ടു, ഒരു കംപ്ലൈൻ്റ് അതിട്ട്, ഒരു ടെൻഷനൊന്നും ഇല്ല, ഇട്ട് പുറത്ത് വന്നു. ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പം കുഞ്ഞ് നോക്കി, കുഞ്ഞിൻ്റെ സൈസുള്ള ഒരാളെ നോക്കി. ഒരു പിന്നെ പാർട്ടിക്കാരൻ പുള്ളിയോട് വേഗം പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ കാരേക്കർ
കാറെ കയറ്റി വെച്ച് എന്നെ ഒന്ന് നോക്കി, എൻ്റെ ഷർട്ടൊക്കെ എൻ്റെ നല്ല ഷർട്ടല്ലേ, ഉമ്മൻചാണ്ടി ഇട്ടോണ്ട് പോകരുത്, ഒരു നാണക്കേട്. എന്നാൽ താൻ്റെ കാര്യം ആ ഷർട്ടിങ് ഊരുത്താണ്. എന്നാൽ ആ ഷർട്ട് എടുത്തു പുള്ളി ഇട്ടിട്ട് അവിടെ ഞാൻ പോയിട്ട് ഞാൻ പിന്നാലേക്ക് കൊടുത്തു. അത് ഒന്ന് പ്രായോഗിക ബുദ്ധി. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഭർത്താക്കന്മാരാണ്, നിങ്ങൾ പല്ല് പറഞ്ഞിരിക്കേണ്ട കാര്യം പുള്ളി ഒരിക്കലോട് ശോഭിച്ചിട്ടില്ല. ഈ വലിയൊരു സംഭവം നടന്നപ്പോൾ ഏത് ഭർത്താവിനും ദേഷ്യം പറ്റിയ സംഭവമാണ് അല്ലേ. പല്ലും അടി പറ്റിക്കോ എന്ന് എനിക്കറിയത്തില്ല, അടി പറ്റിയിട്ടില്ലായിരിക്കും. അങ്ങനെ അപ്പം പുള്ളി എന്നോട് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന. അപ്പോൾ ഇതൊന്നും അറിയാത്ത മട്ടി ഒരിക്കലും ഒരു സമയം ഇങ്ങനെ പറഞ്ഞു, ഷർട്ട് എനിക്ക് ഇല്ലാതായിപ്പോയി, അപ്പം ഞാനിങ്ങനെ മാനേജ് ചെയ്തു. അപ്പോൾ പുള്ളിയുടെ ആ ഭർത്താവെന്ന നിലയിൽ പുള്ളി എത്ര ക്ഷമയോടാണ് സൗമ്യതയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്. ഒരു കാര്യങ്ങൾ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാൻ ആ നിർത്താം. ഉമ്മൻചാണ്ടി വളരെ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളായിരുന്നു. അവിടെ സറ്റേറിക്കലായിരിക്കും. പിള്ളേരൊക്കെ പഠിക്കാതെ ടി വി ഒക്കെ കാണുമ്പോൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ പുള്ളി ബുദ്ധിമാനാണ്. ഒന്നും സ്വന്തമായിട്ട് പറയത്തില്ല, എല്ലാം എന്നെ കൊണ്ട് പറയിക്കുകയുള്ളൂ. പിള്ളേരൊന്നും പറയത്തില്ല, പുള്ളിയൊന്നും പറയത്തില്ല. അപ്പം പിള്ളേരിങ്ങനെയൊക്കെ ഇതൊക്കെ പറയും. പക്ഷേ അന്ന് പുള്ളിക്ക് സഹിക്കാൻ മേലാകുമ്പോൾ പറയും, ഓ ബാവേ ഒരു ടി വി കൊണ്ട് ക്ഷീണിച്ചതല്ലേ, ഇത് നല്ലതായിട്ട് ഭക്ഷണം കൊടുക്കും എന്ന് പറയും. പിന്നെ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു 3 പിള്ളേർക്കും ഈ കറുത്ത ബാൻഡ് ഉണ്ടല്ലോ നമുക്ക് ഫ്ലൈറ്റ് കിട്ടുന്നത്, ആ കറുത്ത ബാൻഡ് 3 കൂടെ ഒരു പാക്കറ്റാക്കി കൊണ്ടുവന്നിട്ട് 3 ബാബാ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് 3 3 പേരുടെ കൈ കൊടുത്തിട്ട് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കുക, വിളിച്ച് എത്ര വന്നാലും സൂര്യച്ച് കുറിച്ച് ഒരു കുഴപ്പമില്ല, നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന് പറയും. പിന്നെ കരുതലിൻ്റെ കാര്യം, ടെൻഷൻ കൊടുക്കാത്തൊരു കാര്യം അല്ല, അതുപോലെ 60% മാറി കൂടുമാർക്ക് അടിയുള്ളൂ, അറ്റൻഷൻ ഇല്ലാതാക്കാൻ. പിന്നെ ഒരു കാര്യം ഒരു ഭീമൻ്റെ ഒരു കാര്യം ഞാൻ നിർത്തിക്കോളാം. ഇവിടെ ഈ മുറ്റത്ത് ഒരു കുഞ്ഞ് നമ്മൾ തീരെ ചെറുപ്രായത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുന്തിരിച്ചെടി ഉണ്ടാക്കിയിട്ട് പനിനീറുണ്ട്, പിന്നെ മാളനാരങ്ങയുണ്ട്, നല്ല ചെടികളൊക്കെ ഉണ്ട്. കുഞ്ഞിനെ എന്നെ കൊണ്ട് വീട്ടിൽ ബാങ്കിന്ന് പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ബാബു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പഴയ ഒരാളുണ്ട്, ഞങ്ങളുടെ 10 വയസ്സായ വീട്ടിൽ വന്ന അവനും എൻ്റെ ഒരു കുഞ്ഞും കൂടെ എൻ്റെ ഒരു 2 പേരും കൂടി നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം വെട്ടി നടത്തിയിട്ടേക്കുന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ എല്ലാം വെട്ടി ചോദിച്ചു. അത് മുറ്റം ശരിയാക്കാൻ ഞങ്ങൾ വെട്ടിയതാണ്. അപ്പോൾ ഞാനങ്ങ് വിഷമിച്ചെനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നു. പക്ഷേ കുഞ്ഞവിടെ കൂളായിട്ട് എന്നിട്ട് പറയാണ്, പിന്നെ ആ കുഞ്ഞിനെ പിടിച്ച്, മോളെ വിഷമിക്കണ്ട കേട്ടോ, അത് മോളെ തൈത്തൊക്കെ വെട്ടിക്കളഞ്ഞില്ലല്ലോ, അതുപോലെ അന്തം വിട്ടു, അതുപോലെ ആ തൈത്തൊക്കെ വെട്ടിക്കളഞ്ഞില്ലല്ലോ, ഇതെല്ലാം വല്ലേ വെട്ടിയോളൂ, സാരമില്ല കേട്ടോ. അപ്പോൾ അതാണ് സെൻസ് ഹ്യൂമർ. ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വലിയ ഇതായിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലും തകർച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 2-3 കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചെറിയ ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ക്രിസ്മസ് ആണ്, അതിൻ്റെ ദുഃഖമുണ്ട്, എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്രിസ്മസ് നേരുന്നു. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.